ഹായ് സ്റ്റുഡൻസ്, എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് NCERT സെക്ഷൻ 1.10 ഇലക്ട്രിക് ഫ്ലക്സ്. ഓക്കെ, ഫോക്കസ് പോയിന്റിലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയുന്നത്. ഇതിനു മുന്നേ ചെയ്ത വീഡിയോകൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇലക്ട്രിക് ഫ്ലക്സിനെ കുറിച്ചാണ്. ആദ്യം നമുക്ക് അതിന്റെ ഡെഫിനിഷൻ നോക്കാം. ഇലക്ട്രിക് ഫ്ലക്സ് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പാസിംഗ് നോർമലി ത്രൂ എ ഗിവൺ സർഫസ്. ഒരു സർഫസ് ഇലക്ട്രിക് ഫീൽഡ് വെച്ച് കഴിഞ്ഞാൽ ആ സർഫസിലൂടെ നോർമലായിട്ട് കടന്നു പോകുന്ന ഇലക്ട്രിക് ഫീൽഡ് ലൈനുകളുടെ എണ്ണമാണ് ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയുന്നത്. അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആ ഇക്വേഷൻ പഠിച്ചു വെക്കുക. Phi ഈസ് ഈക്വൽ ടു ക്ലോസ്ഡ് സർഫസ് ഇന്റഗ്രൽ E ഡോട്ട് ds. അതാണ് ഇലക്ട്രിക് ഫ്ലക്സ് കാണാനുള്ള ഇക്വേഷൻ. ഓക്കെ, ഈ ഇക്വേഷനിൽ E എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡ് ആണ്, ds എന്ന് പറയുന്നത് എലമെന്റൽ ഏരിയ ഓൺ ദ സർഫസ്. ഓക്കെ, ഇവിടെ ഏരിയ നമ്മൾ വെക്ടർ ആയിട്ടാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. അതിന്റെ മാഗ്നിറ്റ്യൂഡ് ആ സർഫസിന്റെ ഷേപ്പിനനുസരിച്ച് നമുക്ക് കണ്ടുപിടിക്കാം. അതിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ആ സർഫസിന് വരക്കുന്ന പെർപെൻഡിക്കുലർ ആണ്. ഓക്കെ, പെർപെൻഡിക്കുലർ ഡ്രോൺ ടു ദ സർഫസ് ഈസ് ദ ഡയറക്ഷൻ ഓഫ് ഏരിയ വെക്ടർ. ഓക്കെ, അതൊരു ക്ലോസ്ഡ് സർഫസ് ആണെങ്കിൽ ഇറ്റ് ഈസ് എൻ ഔട്ട്വേർഡ് നോർമൽ. ഓക്കെ, മനസ്സിലായില്ലേ? ഒരു ക്ലോസ്ഡ് സർഫസ്, അതൊരു സ്പെറിക്കൽ സർഫസ് അല്ലെങ്കിൽ ഒരു ക്യൂബിക്കൽ സർഫസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് പറയാം അവിടെ ഏരിയ വെക്ടർ എന്ന് പറയുന്നത് ഔട്ട്വേർഡ് നോർമൽ ആണ്. സർഫസിൽ നിന്ന് തുടങ്ങി പുറത്തേക്ക് വരക്കുന്ന ഒരു നോർമൽ ആണ് ഏരിയ വെക്ടർ എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ഓക്കെ, ഇനി ഈ ഇക്വേഷൻ നോക്കൂ. ഈ ഇക്വേഷനിൽ രണ്ട് വെക്ടേഴ്സിന്റെ ഡോട്ട് പ്രൊഡക്റ്റ് ആയിട്ടാണ് നമ്മൾ ഇലക്ട്രിക് ഫ്ലക്സ് കണ്ടുപിടിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു സ്കാലാർ ക്വാണ്ടിറ്റി ആണ്. ഓക്കെ, ദാറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. ഇലക്ട്രിക് ഫ്ലക്സ് ഈസ് എ സ്കാലാർ ക്വാണ്ടിറ്റി. ഇതിന്റെ SI യൂണിറ്റ് എന്താണ്? ഇക്വേഷൻ നോക്കൂ. Phi ഈസ് ഈക്വൽ ടു E ഡോട്ട് ds എന്നാണ് എഴുതിയത്. ഓക്കെ, അവിടെ E എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡ് ആണ്, യൂണിറ്റ് അറിയാം ന്യൂട്ടൺ പെർ കൂളോം. ഏരിയ എന്ന് പറയുന്നത് മീറ്റർ സ്ക്വയർ ആണ്. സോ ദ SI യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് ഫ്ലക്സ് ഈസ് ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ ഡിവൈഡഡ് ബൈ കൂളോം. ഓക്കെ, അല്ലെങ്കിൽ ഇതിനെ വോൾട്ട് മീറ്റർ എന്ന് എഴുതാം. കാരണം ഇലക്ട്രിക് ഫീൽഡ് വേറൊരു യൂണിറ്റ് ഉണ്ട്, വോൾട്ട് പെർ മീറ്റർ ഇൻറ്റു ഏരിയ മീറ്റർ സ്ക്വയർ. സോ ദ ആൻസർ ഈസ് വോൾട്ട് മീറ്റർ. ഇതാണ് ഇതിന്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത്. ദാറ്റ്സ് ഓൾസോ വെരി ഇമ്പോർട്ടന്റ്. നിങ്ങൾക്ക് ഒരു മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റൻ ആയിട്ട് എക്സ്പെക്ട് ചെയ്യാം. അടുത്ത നിങ്ങളോട് ചോദിക്കുന്നത് ഈ ഫ്ലക്സ് എപ്പോഴാണ് മാക്സിമം ആവുന്നത്? ഓക്കെ, ഒരു സർഫസ് ഇലക്ട്രിക് ഫീൽഡ് വെച്ച് കഴിഞ്ഞാൽ ആ സർഫസുമായി റിലേറ്റഡ് ആയിട്ട് ഒരു ഇലക്ട്രിക് ഫ്ലക്സ് ഉണ്ടാവും എന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അതിന്റെ മാക്സിമം വാല്യൂ എത്രയാണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം ഇക്വേഷൻ Phi ഈസ് ഈക്വൽ ടു ക്ലോസ്ഡ് സർഫസ് ഇന്റഗ്രൽ E ഡോട്ട് ds ആണ്. ദാറ്റ് ഈസ് E ds cos θ. ഓക്കെ, അത് മാക്സിമം ആവുന്നത് എപ്പോഴാണ്? തീറ്റ 0 ഡിഗ്രി ആവുമ്പോഴാണ്. ഓക്കെ, തീറ്റ 0 ഡിഗ്രി ആവുമ്പോൾ cos 0 1 ആണ്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഫ്ലക്സ് Phi ഈസ് ഈക്വൽ ടു E ഇൻറ്റു A എന്നാണ്. A ഈസ് ദ ടോട്ടൽ ഏരിയ ഓഫ് ദ സർഫസ്. മനസ്സിലായി? സോ ദിസ് ഈസ് ദ മാക്സിമം വാല്യൂ ഓഫ് ഇലക്ട്രിക് ഫ്ലക്സ്. ഇവിടെ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റൻ ഇങ്ങനെയാണ്. ഇലക്ട്രിക് ഫ്ലക്സ് മാക്സിമം ആവണമെങ്കിൽ ആ സർഫസ് എങ്ങനെയാണ് ഇലക്ട്രിക് ഫീൽഡ് വെക്കേണ്ടത്? വാട്ട് ഈസ് ദ ഓറിയന്റേഷൻ ഓഫ് ദ സർഫസ് ഇൻ എൻ ഇലക്ട്രിക് ഫീൽഡ് ടു ഗെറ്റ് മാക്സിമം ഫ്ലക്സ് എന്ന് ചോദിക്കാം. അപ്പൊ നമുക്ക് പറയാം തീറ്റ 0 ഡിഗ്രി ആയാൽ മതി. തീറ്റ എന്ന് പറയുന്നത് ഏതിനിടയിലുള്ള ആംഗിൾ ആണ്? ഇലക്ട്രിക് ഫീൽഡ് വെക്ടറിനും ഏരിയ വെക്ടറിനും ഇടയിലുള്ള ആംഗിൾ ആണ്. അപ്പൊ നിങ്ങൾ ഫിഗർ നോക്കൂ. എപ്പോഴാണ് തീറ്റ 0 ആവുന്നത്? when the surface is placed perpendicular to the electric field. ഇലക്ട്രിക് ഫീൽഡ് പെർപെൻഡിക്കുലർ ആയിട്ട് വെക്കുമ്പോഴാണ് ഫ്ലക്സ് മാക്സിമം. ദാറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. തീറ്റ 0 എന്ന് കണ്ട് നിങ്ങൾ അത് പാരലൽ എന്ന് എഴുതാൻ പാടില്ല. അവിടെ അത് ഒരു മിസ്റ്റേക്ക് വരുത്താൻ സാധ്യതയുള്ള ഒരു ഏരിയ ആണ്. ഓക്കെ, അതുകൊണ്ട് മനസ്സിലാക്കി വെക്കുക. ഏത് ഓറിയന്റേഷനിലാണ് സർഫസ് വെക്കേണ്ടത്? സർഫസ് ഈസ് പ്ലേസ്ഡ് പെർപെൻഡിക്കുലർ ടു ദ ഇലക്ട്രിക് ഫീൽഡ്. ദെൻ ഇലക്ട്രിക് ഫീൽഡ് വെക്ടർ ആൻഡ് ഏരിയ വെക്ടർ ആർ പാരലൽ. സോ ദ ആംഗിൾ തീറ്റ ഈസ് ഈക്വൽ ടു 0. ഹെൻസ് ദ ഫ്ലക്സ് ഈസ് മാക്സിമം. ഓക്കെ, ആൻഡ് ദ മാക്സിമം വാല്യൂ ഓഫ് ഫ്ലക്സ് ഈസ് E ഇൻറ്റു A. അതുപോലെ എപ്പോഴാണ് ഫ്ലക്സ് മിനിമം ആവുന്നത്? മിനിമം ഫ്ലക്സ് എന്ന് പറയുന്നത് 0 ആണ്. എപ്പോഴാണ് 0 ആവുന്നതെന്ന് ചോദിച്ചാൽ തീറ്റയുടെ വാല്യൂ 90 ഡിഗ്രി ആയാൽ മതി. ബിക്കോസ് cos 90 ഈക്വൽ ടു 0. ഓക്കെ, എന്ന് പറഞ്ഞാൽ ഈ സർഫസ് എങ്ങനെ വെക്കണം? വാട്ട് ഈസ് ഓറിയന്റേഷൻ? അപ്പൊ നമുക്ക് പറയാം സർഫസ് ഈസ് പ്ലേസ്ഡ് പാരലൽ ടു ദ ഇലക്ട്രിക് ഫീൽഡ്. നിങ്ങൾ ഫിഗർ നോക്കൂ. അവിടെ സർഫസ് എങ്ങനെയാണ് വെച്ചിരിക്കുന്നത്? പാരലൽ ആയിട്ടാണ്. അങ്ങനെ പാരലൽ ആയിട്ട് വെക്കുന്ന സമയത്ത് ഇലക്ട്രിക് ഫീൽഡ് വെക്ടറിനും ഏരിയ വെക്ടറിനും ഇടയിലുള്ള ആംഗിൾ എത്രയാണ്? 90 ഡിഗ്രിയാണ്. ഓക്കെ, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. തീറ്റ 90 എന്ന് കണ്ടതുകൊണ്ട് നിങ്ങൾ എന്ത് എഴുതാൻ പാടില്ല? സർഫസ് പെർപെൻഡിക്കുലർ ആയിട്ടാണ് വെക്കുന്നത് എന്ന് എഴുതരുത്. ദാറ്റ് ഈസ് ഓൾസോ എ മിസ്റ്റേക്ക്. ഓക്കെ, അവിടെ മിസ്റ്റേക്ക് വരുത്താൻ കൂടുതൽ സാധ്യതയുണ്ട്. ഓക്കെ, മനസ്സിലാക്കി വെക്കുക. ഫ്ലക്സ് മിനിമം ആണെങ്കിൽ എങ്ങനെയാണ് സർഫസ് വെക്കേണ്ടത്? പാരലൽ ടു ദ ഇലക്ട്രിക് ഫീൽഡ്.
ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സ് ആണ് ഇലക്ട്രിക് ഫ്ലക്സുമായി ബന്ധപ്പെട്ടത്. ഇതുമായി റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ചോദിക്കും. പ്രോബ്ലംസ് ഒക്കെ നിങ്ങൾ NCERT-യിലുള്ള സോൾഡ് എക്സാമ്പിൾസും അതേപോലെ NCERT എക്സാമ്പിൾസും നോക്കുക. അതുപോലെ വിക്ടേഴ്സ് ചാനലിൽ ഏതൊക്കെ പ്രോബ്ലംസ് ആണ് വന്നത് അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ളത്. ഓക്കെ, ഇത്രയുമാണ് ഇലക്ട്രിക് ഫ്ലക്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് 1.11 ആണ്, ദാറ്റ് ഈസ് ഇലക്ട്രിക് ഡൈപോൾ. ദിസ് ഈസ് ഓൾസോ എ വെരി ഇമ്പോർട്ടന്റ് സെക്ഷൻ. ഓക്കെ, ഫോക്കസ് ഏരിയയിൽ തന്നെ ഏറ്റവും കൂടുതൽ സ്ട്രെസ് ചെയ്യേണ്ട ഒരു ഏരിയ ആണ് ഇലക്ട്രിക് ഡൈപോൾ. ആദ്യം നമുക്ക് ഇലക്ട്രിക് ഡൈപോളിന്റെ ഡെഫിനിഷൻ എന്താണെന്ന് നോക്കാം. Electric dipole is an arrangement of two equal and opposite charges separated by a very small distance. ഓക്കെ, അത് രണ്ട് ഈക്വൽ ഓപ്പോസിറ്റ് ചാർജിന്റെ ഒരു അറേഞ്ച്മെന്റ് ആണ്. ഓക്കെ, അത് വെച്ചിരിക്കുന്നത് വളരെ ചെറിയൊരു ദൂരത്തിലായിരിക്കും. അങ്ങനെ രണ്ട് ചാർജുകൾ വെച്ചാൽ ആ ഒരു അറേഞ്ച്മെന്റിനെ നമുക്ക് എന്ത് വിളിക്കാം? ഇലക്ട്രിക് ഡൈപോൾ എന്ന് വിളിക്കാം. അതിന്റെ ഫിഗർ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഓക്കെ, ഇവിടെ ഡെഫിനിഷൻ ഡയറക്റ്റ് ആയി ചോദിക്കണം നിർബന്ധമേ ഇല്ല. ഓക്കെ, നിങ്ങൾക്ക് തരുന്നത് ഈ ഫിഗർ തരും. ഈ ഫിഗർ തന്നിട്ട് എന്താ ചോദിക്കുക? വാട്ട് ഈസ് ദ നെയിം ഓഫ് ദിസ് അറേഞ്ച്മെന്റ് എന്നായിരിക്കും. സോ യു ക്യാൻ സേ ദിസ് ഈസ് എൻ ഇലക്ട്രിക് ഡൈപോൾ. ഓക്കെ, അതുപോലെ ഇലക്ട്രിക് ഡൈപോളിന് എക്സാമ്പിൾ വേണമെങ്കിൽ ചോദിക്കാം. വാട്ടർ ഈസ് എൻ എക്സാമ്പിൾ ഫോർ ഇലക്ട്രിക് ഡൈപോൾ. ഓക്കെ, ഇതെല്ലാം ഇലക്ട്രിക് ഡൈപോളിന് എക്സാമ്പിൾസ് ആണ്. എക്സാമ്പിൾസ് നിങ്ങൾ പഠിച്ചു വെക്കുക. ഇനി നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ നെറ്റ് ചാർജ് ഓഫ് ദ ഡൈപോൾ? ഇവിടെ നെറ്റ് ചാർജ് എത്രയാണ്? രണ്ട് ചാർജുകൾ, ഒന്ന് മൈനസ് ക്യൂ ഒന്ന് പ്ലസ് ക്യൂ ആണ്. സോ ദ നെറ്റ് ചാർജ് ഈസ് വാട്ട്? 0. So net charge of the dipole is 0. What is the charge of the dipole? Charge of the dipole എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ മൈനസ് ക്യൂവും പ്ലസ് ക്യൂ ആണ്. അപ്പൊ ചാർജ് ഓഫ് ദ ഡൈപോൾ ചോദിച്ചാൽ നമ്മൾ പറയേണ്ടത് ക്യൂ ആണ് ചാർജ്. ഓക്കെ, അപ്പോൾ ഒരു ഡൈപോളിന്റെ ചാർജ് ക്യൂ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അവിടെ രണ്ട് ചാർജുകൾ ഉണ്ട്, ഒന്ന് മൈനസ് ക്യൂ അടുത്തത് പ്ലസ് ക്യൂ ആണ്. ഓക്കെ, ഇനി അതല്ല നിങ്ങളോട് പറയുന്നത് ഒരു ഡൈപോളിന്റെ ചാർജ് 2Q ആണെന്ന് പറഞ്ഞാലോ അതിന്റെ അർത്ഥം എന്താണ്? അവിടെ രണ്ട് ചാർജുകളുണ്ട്, ഒന്ന് പ്ലസ് 2Q ആണ്, അടുത്തത് മൈനസ് 2Q ആണ്. Then also what is the total charge of the dipole? That is 0. So that's also a very important question. Okay, ഇനി ഈ ഡൈപോളിന് ഒരു സ്ട്രെങ്ത് ഉണ്ട്, and the strength of the dipole is called a dipole moment. Okay, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഡൈപോൾ മൊമെന്റ് എന്താണ്? സ്ട്രെങ്ത് ഓഫ് ദ ഡൈപോൾ ഈസ് കോൾഡ് ഡൈപോൾ മൊമെന്റ്. അത് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? P is equal to Q into 2A. ഇനി അഥവാ ഡൈപോൾ മൊമെന്റ് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് എഴുതിയാലും മതി, P is equal to Q into 2A എന്ന് എഴുതിയാൽ മതി. ഓക്കെ, അവിടെ P എന്ന് പറയുന്നത് ഡൈപോൾ മൊമെന്റ് റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ ആണ്. Q എന്ന് പറയുന്നത് ചാർജ് ഓഫ് ദ ഡൈപോൾ, ആൻഡ് 2A is called ഡൈപോൾ ലെങ്ത്. ആ ഡൈപോളിന്റെ ലെങ്ത് ആണ് 2A എന്ന് പറയുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ടു ചാർജസ് ഇൻ ദ ഡൈപോൾ. മനസ്സിലായില്ലേ? ഇനി ഇത് ഏത് ടൈപ്പ് ക്വാണ്ടിറ്റി ആണെന്ന് ചോദിക്കും. ഇതൊരു വെക്ടർ ക്വാണ്ടിറ്റി ആണ്. ഇതിന്റെ ഡയറക്ഷൻ എങ്ങോട്ടേക്കാണ്? മൈനസ് ക്യൂ ടു പ്ലസ് ക്യൂ. നെഗറ്റീവ് ചാർജിൽ നിന്ന് പോസിറ്റീവ് ചാർജിലേക്കാണ് ഇതിന്റെ ഡയറക്ഷൻ. ദാറ്റ്സ് ഓൾസോ വെരി ഇമ്പോർട്ടന്റ് പോയിന്റ്. ഓക്കെ, ഇനി ഇതിന്റെ യൂണിറ്റ് എന്താണ്? ഇതിന്റെ SI യൂണിറ്റ് എന്താണ്? നമുക്ക് ഇക്വേഷൻ അറിയാം. Q is equal to 2 into A ആണ്. where Q is charge, അതിന്റെ യൂണിറ്റ് കൂളോം ആണ്. 2A എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ആണ്, സെപ്പറേഷൻ ബിറ്റ്വീൻ ദ ടു ചാർജസ് ആണ്, that is meter. So coulometer is the unit of electric dipole, or it is also known as debye. Okay, so that's also a very important point. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതുമായി ബന്ധപ്പെടുന്ന പ്രോബ്ലംസ് ചോദിക്കും. പ്രോബ്ലംസ് കൃത്യമായി പഠിച്ചു വെക്കുക. ഓക്കെ, ഇനി നമുക്ക് അറിയേണ്ടതാണ് വാട്ട് ഈസ് ഡൈപോൾ ഫീൽഡ്. ഡൈപോൾ ഫീൽഡ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ഇലക്ട്രിക് ഫീൽഡ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ ഡൈപോൾ. ഡൈപോൾ ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡിനെയാണ് ഡൈപോൾ ഫീൽഡ് എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾക്ക് രണ്ട് കേസുകൾ പഠിക്കാനുണ്ട്. ഒന്ന്, വാട്ട് ഈസ് ദ ഇലക്ട്രിക് ഫീൽഡ് അറ്റ് ദ ആക്സിയൽ പോയിന്റ് ഓഫ് ദ ഡൈപോൾ. ഡൈപോളിന്റെ ആക്സിയൽ പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ. അത് ഒരു 5 മാർക്കിന്റെ SI ആണ്. അത് നിങ്ങൾ ഫിഗറും അതിന്റെ ഡെറിവേഷനും പഠിച്ചു വെക്കുക. ഇക്വേഷൻ എന്താണെന്ന് നോക്കാം. ഇക്വേഷൻ ഇതാണ്. E axial is equal to 1/4πε0 2p divided by r cube. ഓക്കെ, ഇതാണ് ഇതിന്റെ ഇക്വേഷൻ. ഇതിന്റെ വെക്ടർ ഫോം ആണ് ചോദിക്കുന്നതെങ്കിൽ വെക്ടർ ഈസ് ഈക്വൽ ടു 1/4πε0 2p ഡിവൈഡ് ബൈ r ക്യൂബ് ഇൻടു p cap. p cap is the direction of dipole moment. എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷനും ഡൈപോൾ മൊമെന്റിന്റെ ഡയറക്ഷനും സെയിം ആണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഉണ്ടാവുന്ന ആക്സിയൽ പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷനും അതേപോലെ തന്നെ ഡൈപോൾ മൊമെന്റിന്റെ ഡയറക്ഷനും സെയിം ആണ്. ദാറ്റ് ഈസ് പാരലൽ വെക്ടർ. അതുകൊണ്ട് തന്നെ ഈ രണ്ട് വെക്ടറിന്റെ ഇടയിലുള്ള ആംഗിൾ എത്രയാണ്? 0 ഡിഗ്രിയാണ്. മനസ്സിലായല്ലോ? സോ ദാറ്റ് ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടന്റ് പോയിന്റ്. അടുത്ത ഡെറിവേഷൻ നിങ്ങളോട് ചോദിക്കാൻ ചാൻസ് ഉള്ളത്, വാട്ട് ഈസ് ദ ഇലക്ട്രിക് ഫീൽഡ് ഓൺ ദ ഇക്വറ്റോറിയൽ ലൈൻ ഓഫ് ദ ഡൈപോൾ. ഡൈപോളിന്റെ ഇക്വറ്റോറിയൽ പോയിന്റിൽ ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാനാണ്. അതിന്റെ ഡെറിവേഷനും 5 മാർക്ക് തന്നെയാണ്. അവിടെ നിങ്ങൾ പഠിക്കേണ്ടത് അതിന്റെ ഫിഗർ പഠിച്ചു വെക്കുക, ഡെറിവേഷൻ പഠിച്ചു വെക്കുക. അതിന്റെ ഇക്വേഷൻ ആണ് ചോദിക്കുന്നതെങ്കിൽ ഇക്വേഷൻ ഇങ്ങനെയാണ്. ഈ ഇക്വറ്റോറിയൽ ഈസ് ഈക്വൽ ടു 1/4πε0 p ഡിവൈഡ് ബൈ r ക്യൂബ് ആണ്. ഇതിന്റെ വെക്ടർ ഫോം ആണ് ചോദിക്കുന്നതെങ്കിൽ ഈ ഇക്വറ്റോറിയൽ വെക്ടർ ഈസ് ഈക്വൽ ടു -1/4πε0 p ഡിവൈഡ് ബൈ r ക്യൂബ് ഇൻടു p cap. അപ്പൊ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ച ഒരു കാര്യം മനസ്സിലാക്കാം.
ഇക്വറ്റോറിയൽ പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡും ഡൈപോൾ മൊമെന്റ് വെക്ടറും സെയിം ഡയറക്ഷൻ അല്ല, അവിടെ നെഗറ്റീവ് സൈൻ കാണുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അത് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ്. എന്ന് പറഞ്ഞാൽ ഇവ ആന്റി പാരലൽ വെക്ടർ ആണ്. അതുകൊണ്ട് തന്നെ ഇക്വറ്റോറിയൽ ഇലക്ട്രിക് ഫീൽഡിന്റെയും ഡൈപോൾ മൊമെന്റിന്റെ ഇടയിലുള്ള ആംഗിൾ എത്രയാണെന്ന് ചോദിച്ചാൽ ദാറ്റ് ഈസ് 180 ഡിഗ്രി. ഓക്കെ, ദാറ്റ്സ് ഓൾസോ എ വെരി വെരി ഇമ്പോർട്ടന്റ് പോയിന്റ്. ഓക്കെ, ഇനി നിങ്ങളോട് ചോദിക്കുന്നത് ഈ രണ്ട് വാല്യൂസും കമ്പയർ ചെയ്യാൻ ചോദിക്കും. ഓക്കെ, ആക്സിയൽ ഫീൽഡിലുള്ള ഇലക്ട്രിക് ഫീൽഡും ഇക്വറ്റോറിയൽ പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡും കമ്പയർ ചെയ്യാൻ. അപ്പൊ നമ്മൾ ആ രണ്ട് ഇക്വേഷൻ നോക്കിയാൽ മനസ്സിലാക്കാം. ഈ ആക്സിയൽ ഈസ് ഈക്വൽ ടു 2 ടൈംസ് ഈ ഇക്വറ്റോറിയൽ. അതായത് ആക്സിയൽ പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് ഇക്വറ്റോറിയൽ പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡിന്റെ 2 ടൈംസ് ആണ്, ഡബിൾ ആണ്. ഓക്കെ, ഇനി അത് വെക്ടർ ഫോമിലാണ് ചോദിക്കുന്നതെങ്കിലോ നമുക്ക് കാണാൻ പറ്റും അതിന്റെ ഇക്വേഷൻ എങ്ങനെയാണ് വരിക. ഈ ആക്സിയൽ വെക്ടർ ഈസ് ഈക്വൽ ടു -2 ടൈംസ് ഈ ഇക്വറ്റോറിയൽ വെക്ടർ. മനസ്സിലായില്ലേ? സോ ദാറ്റ്സ് ഓൾസോ എ വെരി വെരി ഇമ്പോർട്ടന്റ് പോയിന്റ്. നിങ്ങൾ ഒരു കാര്യം കൂടി മനസ്സിലാക്കി വെക്കുക. ഡൈപോൾ എന്ന് പറയുന്നത് രണ്ട് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജ് ആണ്. ടോട്ടൽ ചാർജ് ഒരു നെറ്റ് ചാർജ് ഓഫ് ദ സിസ്റ്റം എത്രയാണ്? 0 ആണ്. എന്നിട്ടും അവിടെ എന്തുണ്ട്? ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്, അല്ലെ? എന്ന് പറഞ്ഞാൽ ഒരു സിസ്റ്റത്തിന്റെ നെറ്റ് ചാർജ് 0 ആണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് 0 ആവണം നിർബന്ധം ഇല്ല. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ട്രൂ ഓർ ഫോൾസ് ക്വസ്റ്റ്യൻ ചോദിക്കാം. അതായത് ഒരു സിസ്റ്റത്തിന്റെ നെറ്റ് ചാർജ് 0 ആണ്, അങ്ങനെയാണെങ്കിൽ അതിന്റെ ഇലക്ട്രിക് ഫീൽഡ് എല്ലായ്പ്പോഴും 0 ആയിരിക്കും. ശരിയാണോ? അല്ല, തെറ്റാണ്. കാരണം നെറ്റ് ചാർജ് 0 ആണെങ്കിലും ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാകാം. എക്സാമ്പിൾ ഏതാണ്? ഇലക്ട്രിക് ഡൈപോളിന്റെ കേസ്. മനസ്സിലായോ? കൂടാതെ ഒരു കാര്യം കൂടി മനസ്സിലാക്കുക. ഡൈപോൾ ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് എന്തിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്? ഇറ്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ ക്യൂബ് ഓഫ് ദ ഡിസ്റ്റൻസ്. ദാറ്റ് ഈസ് ഇ പ്രൊപ്പോർഷണൽ ടു 1/r³ ആണ്. ഓക്കെ, അത് ഈ ആക്സിയൽ ആണെങ്കിലും ശരി, ഈ ഇക്വറ്റോറിയൽ ആണെങ്കിലും ശരി. ഓക്കെ, ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ ക്യൂബ് ഓഫ് ദ ഡിസ്റ്റൻസ്. മനസ്സിലായല്ലോ? ഓക്കെ, ഈ ഡിസ്റ്റൻസ് എല്ലായ്പ്പോഴും മെഷർ ചെയ്യുന്നത് എവിടുന്നാണ്? ഫ്രം ദ സെന്റർ ഓഫ് ദ ഡൈപോൾ. ഓക്കെ, ഡൈപോളിന്റെ സെന്ററിൽ നിന്നാണ് ഈ ഡിസ്റ്റൻസ് നമ്മൾ എന്ത് ചെയ്യുന്നത്? മെഷർ ചെയ്യുന്നത്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി വെക്കുക. ഇതുമായി റിലേറ്റഡ് ആയിട്ട് പ്രോബ്ലംസ് ചോദിക്കും. പ്രോബ്ലംസ് നിങ്ങൾ എന്ത് ചെയ്യുക? NCERT-യുടെ സോൾവ്ഡ് ക്വസ്റ്റ്യൻസും അതേപോലെ തന്നെ എക്സാമ്പിൾസും നോക്കുക. അതുപോലെ വിക്ടേഴ്സ് ചാനലിൽ തന്നിരിക്കുന്ന പ്രോബ്ലംസ് കൃത്യമായി ചെയ്തു നോക്കുക. അസൈൻമെന്റ് തന്നിട്ടുണ്ടെങ്കിൽ അസൈൻമെന്റ് പ്രോബ്ലം ഷുവർ ആയിട്ട് ചെയ്യുക. ഇതിൽ ഏതെങ്കിലും ഒന്നിൽ നിന്നായിരിക്കും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുക. അത് തന്നെ ഡിറ്റോ ആയിട്ട് ചോദിക്കണം നിർബന്ധമൊന്നുമില്ല. പക്ഷെ വാല്യൂസ് മാറ്റിയിട്ടോ അല്ലെങ്കിൽ ജസ്റ്റ് ചെറിയൊരു മാറ്റം വരുത്തിയായിട്ടും എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കുക. അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വിട്ടുപോകരുത്. ഓക്കെ, ഫുൾ മാർക്ക് ഒരു 90 above മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും ഈ കാര്യങ്ങൾ കൃത്യമായി പഠിച്ചു കഴിഞ്ഞാൽ. ഓക്കെ, ഇത്രയുമാണ് ഈ രണ്ട് സെക്ഷനിൽ നമുക്ക് പറയാനുള്ളത്. ഓക്കെ, ഈ ക്ലാസ് മനസ്സിലായിട്ടുണ്ടെങ്കിൽ, ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ബൈ.